കല്ലൂസ് PSC ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS റിവിഷൻ്റെ 45 ഡേയ്സ് ചലഞ്ചസിൻ്റെ ക്ലാസ്സാണിത്. നവോത്ഥാന നായകന്മാർ: പണ്ഡിറ്റ് കറുപ്പൻ 1885 1938. കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭ 1912. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പനങ്ങാട്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി. VT ഭട്ടതിരിപ്പാട് 1896 1982. വിധവ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാട്. ഒറ്റപ്പാലത്ത് ചേർന്ന KPCC സമ്മേളനത്തിൽ ഭട്ടതിരിപ്പാട് പങ്കെടുത്ത വർഷം 1921. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനം. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെ? എടക്കുന്നി. 1968 മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ആലുവ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. പ്രഥമ VT ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരം, പാലക്കാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും 1970. പൊയ്കയിൽ യോഹന്നാൻ 1879 1939. ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921 1931. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. PRDS സ്ഥാപിച്ച വർഷം 1909. PRDSൻ്റെ ആസ്ഥാനം ഇരവിപേരൂർ. PRDSൻ്റെ പ്രധാന പ്രസിദ്ധീകരണം ആദിയാർ ദീപം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മരക്കുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക്
യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്? പൊയ്കയിൽ യോഹന്നാൻ. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? എം.ആർ. രേണുകുമാർ. മന്നത്ത് പത്മനാഭൻ 1878 1970. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത്? മന്നത്തു പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ കെ.എം. പണിക്കർ. ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നത്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം? 1959. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടന? നായർ സർവീസ് സൊസൈറ്റി (NSS). മന്നത്ത് പത്മനാഭൻ INC-യിൽ അംഗത്വം നേടിയത്? 1947. 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന് കാരണമായ പ്രധാന സംഭവങ്ങൾ? വിദ്യാഭ്യാസ ബിൽ, ഭൂപരിഷ്കരണ ബിൽ. വിമോചന സമരം ആരംഭിച്ചത്? 1959 ജൂൺ 12. NSSൻ്റെ ആദ്യ പ്രസിഡന്റ്? കെ. കേളപ്പൻ. NSSൻ്റെ ആദ്യ സെക്രട്ടറി? മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആസ്ഥാനം? പെരുന്ന. NSSൻ്റെ മുഖപത്രം? സർവീസ് 1919. വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന സംഭവം? ചെറിയതുറ വെടിവെപ്പ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു നവോത്ഥാന നായകൻ? മന്നത്ത് പത്മനാഭൻ. 1959. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 1989. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത്? മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ നടത്താൻ മന്നത്ത് പത്മനാഭനോട് നിർദ്ദേശിച്ചത്? മഹാത്മാഗാന്ധി. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ചത്? മന്നത്ത് പത്മനാഭൻ. അങ്കമാലി ടു തിരുവനന്തപുരം വരെ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ? എൻ്റെ ജീവിത സ്മരണകൾ.